Okay, so hey guys, welcome to a new video. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പി സിയുടെയോ സ്ക്രീന് നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ്. അതായത് ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ബെസ്റ്റ് ആപ്പ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോ കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ദ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളുടെ ഗൂഗിൾ ക്രോമിൽ ഏതൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് OBS സ്റ്റുഡിയോ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പം ഏറ്റവും ഫസ്റ്റ് ഡൗൺലോഡ് OBS സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് വരും, അത് പ്രസ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വരും. ഇവിടെ ഡൗൺലോഡ് ഇൻസ്റ്റാളർ എന്നുള്ളത് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ OBS സ്റ്റുഡിയോയുടെ വിൻഡോസ് ഇൻസ്റ്റാളർ ഡൗൺലോഡ് ആവും. ഓക്കെ, സോ അപ്പം എൻ്റെ OBS ഇൻസ്റ്റാളർ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ അപ്പം നമുക്ക് ഫയൽസിൽ പോകാം, ഡൗൺലോഡ്സിൽ പോകാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഫയൽ കാണും. ഡബിൾ ടാപ്പ് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫുള്ള് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് പെർമിഷൻ ചോദിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അത് ഇൻസ്റ്റാൾ ചെയ്യാം. സോ അതിന് ശേഷം OBS ഓപ്പൺ ചെയ്യുക. OBS ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. മെയിൻ കാര്യങ്ങളല്ല, ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം വരുന്നത്. OBS ഒരു സ്ട്രീമിങ്ങും അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിങ്ങും എന്ത് വേണേൽ ചെയ്യും, അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ നമുക്ക് നമ്മളുടെ സ്ട്രീം സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ സ്ക്രീൻ റെക്കോർഡ് അല്ലെങ്കിൽ ക്യാമറ ഏതാണെന്ന് വെച്ചാൽ അതിവിടെ റെക്കോർഡിങ് തുടങ്ങാം. പിന്നെ സ്റ്റാർട്ട് വെർച്വൽ ക്യാമറ ഉണ്ട്, സ്റ്റുഡിയോ മോഡ് ഉണ്ട്, പിന്നെ സെറ്റിംഗ്സ് ഉണ്ട്, പിന്നെ എക്സിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സീനുണ്ട്. ഇതാണ് നമുക്ക് മെയിൻ വേണ്ടത്. ഇവിടെ നമുക്ക് നമ്മളുടെ ഓരോ സീന് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ സോഴ്സ്, ആ സീനിൻ്റെ സോഴ്സ് ആണുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പ്ലസ് കൊടുക്കുക. പ്ലസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സീനിൻ്റെ പേര് വെക്കാം. അപ്പം ഞാനിവിടെ ഫുൾ ഡിസ്പ്ലേ എന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഫുൾ ഡിസ്പ്ലേ എന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ സോഴ്സിൻ്റെ അവിടെ യു ഡോണ്ട് ഹാവ് എനി സോഴ്സ്, പ്ലസ് ബട്ടൺ ബിലോ എന്ന് കാണും. പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് സോഴ്സാണോ വേണ്ടത് അത് കൊടുക്കുക. അതായത് ഇപ്പോൾ എനിക്കിവിടെ ഫുൾ ഡിസ്പ്ലേ ക്യാപ്ചർ ഉണ്ട്, അപ്പം ഞാൻ ഇവിടെ ഡിസ്പ്ലേ ക്യാപ്ചർ എന്നുള്ളത് കൊടുക്കും. എനിക്ക് ഞാൻ ഡിസ്പ്ലേ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ കൊടുക്കുക. ഇവിടെ ക്യാപ്ചർ മോഡാണ്. ക്യാപ്ചർ മോഡ് ഓട്ടോമാറ്റിക്കായി കടന്നത്. ഡിസ്പ്ലേ നിങ്ങളുടെ ഏത് മോണിറ്ററാണോ അത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സ്ക്രീൻ വരും. ഓക്കെ കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അതേ നേരെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെക്കോർഡിംഗ് സ്റ്റാർട്ടാവും. ഇനിയും അതിന് മുന്നേ കുറച്ച് സെറ്റിങ്സ് ഞാൻ പറയാം. സെറ്റിങ്സിൽ പോകാം. ഇവിടെ ഔട്ട്പുട്ടിൽ നിങ്ങളുടെ റെക്കോർഡിംഗ് പാത്ത് എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ സേവ് ആയി കിട്ടേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യുക. റെക്കോർഡിംഗ് ക്വാളിറ്റി ഞാൻ ഹൈ ക്വാളിറ്റി മീഡിയം ഫയൽ സൈസ് ആണ്, നല്ലൊരു കോമ്പിനേഷനാണ്, അതുകൊണ്ടാണ്. റെക്കോർഡിംഗ് ഫോർമാറ്റ് MP4 ആണ്. മിക്ക എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും സപ്പോർട്ട് ചെയ്യും. അതത്രേ ഉള്ളൂ. ഓഡിയോയിൽ ഡെസ്ക്ടോപ്പ് ഓഡിയോ, അത് നിങ്ങളുടെ ഇപ്പം ഗെയിം പ്ലേ ആണെങ്കിൽ ഗെയിമിലെ ഓഡിയോ റെക്കോർഡിംഗ് ഡിഫോൾട്ട്. പിന്നെ ഇവിടെ മൈക്ക്, അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. വീഡിയോ 4K ആണ് മെയിനായിട്ട് നമുക്ക് ഇച്ചിരി ആവശ്യം വരുന്ന ടൂൾസ്. 4K എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് കീസ് ആണ്. അതായത് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏത് വ്യൂ ഉപയോഗിക്കാമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് F10 ആണ്. അപ്പം ഞാൻ F10 ഞെക്കി കഴിഞ്ഞാൽ എൻ്റെ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും. സ്റ്റോപ്പ് ആവാൻ F12 ആണ്. പോസ് ചെയ്യാൻ P ആണ്, അൺപോസ് ചെയ്യാൻ P ആണ്. ബാക്കിയെല്ലാം നിങ്ങളനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ ഒരു തന്നെ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഏത് സെറ്റിങ്സ് ചെയ്താലും ഇപ്പം നിങ്ങളുടെ ഔട്ട്പുട്ടിൽ നിങ്ങളുടെ റെക്കോർഡിംഗ് പാത്ത് സെറ്റ് ചെയ്ത് ഇവിടെ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തില്ലെങ്കിൽ അത് സേവ് ആവത്തില്ല. അപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ വിൻഡോ എക്സിറ്റ് ചെയ്യാവുള്ളൂ. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതൊരു OBSൻ്റെ ഒരു വളരെ ചെറിയ ട്യൂട്ടോറിയൽ ആയിരുന്നു. ഞങ്ങൾക്ക് ഇനി OBSൻ്റെ ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ
കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ, അതായത് ഇതൊക്കെ എങ്ങനെ ചെയ്യണം, ഇതൊക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്, എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നത്, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. സോ അപ്പോൾ ഈ ഒരു വീഡിയോയിലത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.